വിശ്വവിഖ്യാതമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ഗുരുവായൂർ ക്ഷേത്രം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദേശഭാഷാ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ശ്രീ ഗുരുവായൂരിലെത്തി ഭഗവത് ദർശനം നേടി ദിവ്യമായ അനുഭൂതിയിൽ ആഗമരാകുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പനെ ദർശിക്കാൻ കഴിഞ്ഞാൽ ആ ജീവിതം എത്ര ധന്യമാണെന്നറിയാമോ? ഈരേഴ് 14 ലോകത്തിന് അധിപനായ സാക്ഷാൽ വൈകുണ്ഠനാഥൻ തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പനായി പ്രശോഭിക്കുന്നത്. ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ലെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നത്. സർവസ്വവും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവത് സ്വരൂപത്തെ സദാ മനസ്സിൽ ധ്യാനിച്ച് ഭഗവത് നാമങ്ങൾ ഉരുവിടാതെ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. സർവ്വരോഗങ്ങളും ഉന്മൂലനം ചെയ്യാനും സർവാഭീഷ്ട കാര്യങ്ങളെയും പ്രദാനം ചെയ്യുവാനും സർവാധി ഐശ്വര്യങ്ങളെയും നൽകുവാനും സർവ്വപാപങ്ങളെയും ദൂരീകരിച്ച് മോക്ഷത്തെ പ്രദാനം ചെയ്യുവാനുമാണ് ശ്രീ ഗുരുവായൂരപ്പൻ അവതരിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായിട്ടാണ് ശ്രീ ഗുരുവായൂരിനെ ഭക്തജനങ്ങൾ കണക്കാക്കി വരുന്നത്. ഭാരതത്തിൽ ബദരിപുരി, തിരുപ്പതി എന്നീ പുണ്യക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രം കൂടിയാണ് ശ്രീ ഗുരുവായൂർ തിരുനട. ലോക പരിപാലകനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഇവിടെ സാന്നിധ്യം ചെയ്യുന്നത്. പാതാളാജ്ഞനശിലയിലെ ചതുർബാഹു വിഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പൂജിച്ചു വരുന്നതായി വിശ്വസിച്ചു വരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യം കുടികൊള്ളുന്ന കലിയുഗത്തിൽ ഭക്തജനത്തെ രക്ഷിക്കുവാനായി ഈ വിഗ്രഹത്തിൽ സാന്നിധ്യം ചെയ്തിട്ടുകൊണ്ട് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹത്തെങ്കിലും ശ്രീകൃഷ്ണ ഭാവത്തിലാണ് ഇവിടെ പ്രാധാന്യം കണക്കാക്കുന്നത്. ബിംബത്തിന്റെ മഹാത്മ്യത്തിൽ മാത്രമല്ല, പ്രതിഷ്ഠയുടെ മഹാത്മ്യത്തിലും ഗുരുവായൂർ ശ്രേഷ്ഠമാണ്. ദേവഗുരുവായ ദേവഗുരുവായ ബൃഹസ്പതിയുടെയും വായുദേവനും കൂടിയാണ് ഈ ദിവ്യ വിഗ്രഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഗുരുവിനെയും വായുവിനെയും പേരിൽ ഈ പുണ്യക്ഷേത്രം അറിയപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രം എന്ന പേരിൽ ഭക്തന്മാരായ പ്രജേതസ്സുകൾക്ക് ശ്രീ മഹാദേവൻ തന്നെ രുദ്രഗീത ഉപദേശിച്ച പവിത്രമായ രുദ്ര തീർത്ഥത്തിൽ ഈ ശ്രീ മഹാദേവ പ്രതിഷ്ഠ നടത്തിയെന്നും ശ്രീ മഹാദേവന്റെയും പാർവതിയുടെയും അനുഗ്രഹത്തോടെയാണ് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതെന്നും ഗുരുവായൂരിന്റെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്നു എന്നും കൂടി ഒരു വിശ്വാസം വരുന്നു. സാക്ഷാൽ ദേവശില്പമായ വിശ്വകർമാവ് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം പണിതത് എന്നുള്ളതും ഒരു പ്രത്യേക ശ്രദ്ധേയമാണ്. പൂജാതിദ്രവ്യങ്ങളെയും ഗുരുവായൂരിന്റെ പ്രത്യേക ശ്രദ്ധേയമാണ്. പൂജാ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഗുരുവായൂർ പ്രത്യേകതയനുഷ്ഠിക്കുന്നു. 1000-ലേറെ വർഷം മുമ്പ് ശ്രീ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാകർമ്മങ്ങളും കടുകിണ പോലും തെറ്റിക്കാതെ ഇന്നും വളരെ ചിട്ടയോടെയും ശ്രദ്ധയോടെയും കൂടി തന്നെയാണ് ഇത് നടത്തിവരുന്നത്. ഗുരുവായൂരിൻ്റെ ചൈതന്യം പൂർണ്ണമായി ഓരോ ഭക്തന്റെയും മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. മേൽപ്പത്തൂർ നാരായണഭട്ട തിരുപ്പാടിൻ്റെ മഹത്വപരമായ ഓരോ ചലനങ്ങളും പരിപൂർണമായ ജ്ഞാനപ്പാന ആനന്ദകരമായ രീതിയിൽ എഴുതുവാനും ഓരോ കേരള മനസ്സുകളിലേക്കും ഇറങ്ങിച്ചെല്ലുവാനും ഗുരുവായൂർ തിരുനട കാരണമാകുന്നു. പരാവസ്തുവിൻ്റെ അഭാവത്താൽ അനുപമവും ദേശം കാലം മുതലായവയിൽ നിന്നെല്ലാം മുക്തനായി സ്വതന്ത്ര ശക്തിയോടുകൂടി സ്ഥിതി ചെയ്യുകയും അനേകായിരം വേദോഷ്മത വാക്യങ്ങൾ പ്രകാശിക്കുന്നുള്ളതും പ്രത്യക്ഷത്തിൽ ദൃഷ്ടമല്ലാത്തതും എന്നാൽ നിരന്തരമായ ഉപാസന കൊണ്ട് പരമ പുരുഷാർത്ഥാർത്ഥമായ മോക്ഷ സാധകത്തിനായി അനുഭവപ്പെടുന്നതും മായാമുക്തനായ സ്വരൂപത്തിൽ വർത്തിക്കുന്നതുമായ പരബ്രഹ്മം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വരൂപം പൂണ്ട് വർത്തിക്കുന്നു. ഐശ്വര്യത്തിനും ചൈതന്യത്തിനും എല്ലാം തന്നെ ഗുരുവായൂർ തിരുനട സാക്ഷ്യമാണ്. ശരണം ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ ദേവരെ. ദേശാടനം തുടരുന്നു.